എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബോണ്ടയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിഷമില്ലാതെ കിട്ടുന്ന രണ്ട് ഐറ്റമേ ഉള്ളൂ, കപ്പയും ചക്കയും. ബാക്കി ഒന്നിനെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ മിക്കവാറും ഈ ദാരിദ്ര്യമുള്ള വീടുകളിൽ മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഐറ്റമാണ് കപ്പ. പക്ഷെ ഇന്ന് അവർക്ക് ആ സ്ഥിതിയൊക്കെ മാറി. ഇന്ന് എല്ലാവരും ഒരുവിധം നന്നായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പം ഇന്ന് പഴയ പോലെ കപ്പയോട് ആർക്കും താല്പര്യം കാണില്ല, പഴയ രീതിയിൽ കഴിക്കാൻ. പണ്ടൊക്കെ ഡോക്ടർമാർ വരെ പറയുന്നത് കപ്പയും മീനും കഴിച്ചാൽ നിവൃത്തിയില്ലാത്തവർക്ക് ആരോഗ്യം ഉണ്ടായിക്കോളും, പേടിക്കാനില്ല എന്നാണ്. അപ്പം ഇന്നത്തെ പിള്ളേർക്ക് രുചിയായിട്ട് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനൊരു വെറൈറ്റി ഐറ്റമായിട്ട് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്കിന്ന് കപ്പ കൊണ്ട് ഒരു ബോണ്ട ഉണ്ടാക്കാം. ഇത് ഏത് കപ്പ കഴിക്കാത്ത കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇത് കപ്പ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ കപ്പ ബോണ്ട ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ ഇഷ്ടം ഞങ്ങളെ അറിയിക്കണം. ഇഷ്ടപ്പെടാതിരിക്കില്ല, അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. ഇത് പിള്ളേരുടെ അഭിപ്രായം പ്രത്യേകം ഞങ്ങളെ അറിയിക്കണം. ഇനി നമുക്ക് ഈ കപ്പ ബോണ്ട ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനം വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കപ്പ പുഴുങ്ങിയതാണിത്. ഇതിന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, പിന്നെ ആവശ്യത്തിന് എണ്ണ, കടുക് വറുക്കാനുള്ള കടുക്, പിന്നെ 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണിത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് കരിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 കപ്പ് മൈദാമാവ്, 1 കപ്പ് അരിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 നുള്ള് കായപ്പൊടി. ഇത്രയാണ് നമുക്ക് ഈ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ചുടച്ച കപ്പയിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. തേങ്ങ ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. കപ്പ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി ഉപ്പ് ചേർക്കണ്ട. അവരവർക്ക് വേണമെന്ന് തോന്നണം, ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പം കപ്പയും തേങ്ങയും തമ്മിൽ നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ബാക്കി എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ആ അരിപ്പൊടിയും മൈദാമാവും കൂടി കലക്കി വയ്ക്കണം. സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി അതെങ്ങനെ വഴറ്റിയെടുക്കുമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് വഴറ്റിയെടുക്കുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് കടുക്, ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1.5 സവാള, 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, ഉള്ളി വഴന്ന് വരാനായിട്ട് മാത്രമായിട്ട് കുറച്ച് ഉപ്പിടാം. കപ്പ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് എല്ലാവരും ഉപ്പ് നോക്കിയിട്ടേ ഉപ്പിടാവുള്ളൂ. ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇടാം. നമുക്ക് ജീരകം കൂടി ഇടാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കപ്പയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ഇതായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്കിത് മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ മൈദാമാവും അരിപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും 1 നുള്ള് കായപ്പൊടി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള വെള്ളം വരണം. ഒരുപാട് വെള്ളം ആവരുത്, ഒരുവിധം കട്ടിയിൽ കിടക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ഈ കപ്പയുടെ കൂട്ട് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയിട്ട് ഈ മാവിൽ മുക്കി എണ്ണ വറുത്തെടുക്കാം.
ഇത് നമുക്കിത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഉരുട്ടി കുറച്ച് നേരം വച്ചിരുന്നാൽ ഒന്നുകൂടി ഒരു ഉറപ്പ് വരും. അത് മാത്രമല്ല, ഇത് ഉരുട്ടാൻ നേരത്ത് രണ്ട് കയ്യിലും കുറച്ച് എണ്ണ പുരട്ടിക്കൊണ്ടായാൽ നമ്മുടെ കൈ പറ്റി പിടിക്കാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും.